അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ലോ ഓഫ് മാസ് ആക്ഷൻ ആണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നാലാമത്തെ ദാറ്റ് ഈസ് ലോ ഓഫ് മാസ് ആക്ഷൻ. ഈ ചാപ്റ്ററിന്റെ ഏറ്റവും മേജർ ഏരിയകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ നിന്നാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലോ ഓഫ് മാസ് ആക്ഷൻ, ഈ ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറയുന്ന ഈ ലോ പ്രപ്പോസ് ചെയ്തത് ആരാന്ന് വെച്ചാൽ രണ്ട് സയന്റിസ്റ്റുകളാണ്. സയന്റിസ്റ്റുകളുടെ പേര് പ്രപ്പോസ്ഡ് ബൈ ഗുൾബർഗ് ആൻഡ് വാഗ് എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റുകൾ കുറിച്ചതാണ്. ഗുൾബർഗ് ആൻഡ് വാഗ്. ഓക്കെ, അപ്പോൾ ലോ ഓഫ് മാസ് ആക്ഷൻ പ്രപ്പോസ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാളുകളാണ്. ഒന്ന് ഗുൾബർഗ് ആണ്, ഒന്ന് വാഗ് ആണ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇനി എന്താണ് ലോ ഓഫ് മാസ് ആക്ഷൻ എന്നാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ലോയാണ്. എന്താണ് ലോ ഓഫ് മാസ് ആക്ഷൻ? എന്താണ് ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പറയാം. ഒരു റിയാക്ഷന് ഒരു റേറ്റ് ഉണ്ടാവില്ലേ? ഒരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു റേറ്റ് ഉണ്ടാവില്ലേ? ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാൽ ആ റിയാക്ഷനിലെ റിയാക്റ്റൻറ്റുകളുടെ ആക്റ്റീവ് മാസിന് ഡയറക്ട്ലി പ്രപ്പോസലാണ് എന്നാണ്. ഇതാണ് ലോ ഓഫ് മാസ് ആക്ഷൻ. മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഒന്നുകൂടി പറയാം. എന്താണ് ലോ ഓഫ് മാസ് ആക്ഷൻ? ഒരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാൽ അതിലെ റിയാക്റ്റൻറ്റുകളുടെ ആക്റ്റീവ് മാസിന് ഡയറക്ട്ലി പ്രപ്പോസലാണ് എന്നുള്ളതാണ്. എന്താണ് ഡയറക്ട്ലി പ്രപ്പോസലാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താ ലോ ഓഫ് മാസ് ആക്ഷൻ? ഒരു റിയാക്ഷൻ്റെ റേറ്റ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതിലെ റിയാക്റ്റൻറ്റുകളുടെ ആക്റ്റീവ് മാസിന് ഡയറക്ട്ലി പ്രപ്പോസലാണ്. അപ്പോൾ എങ്ങനെ പറയും? Law states that the rate of a chemical reaction at a particular temperature is directly proportional to the active mass of the reactants. എന്താണ് ഈ ആക്റ്റീവ് മാസ് എന്ന് പറഞ്ഞാൽ? ആക്റ്റീവ് മാസ് എന്ന് പറഞ്ഞാൽ മോളാർ കോൺസെൻട്രേഷനെ വിളിക്കുന്നവരാണിത് ആക്റ്റീവ് മാസ് എന്ന് പറയും. അപ്പോൾ അത് ഞാൻ ലോ എഴുതാം, എന്നിട്ട് നമുക്ക് പിന്നെ എന്ത് പറയാം, എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും ലോയുടെ കൂടെ പറയണ്ടേ. ലോ states that the rate of a chemical reaction at a particular temperature law states that the rate of a chemical reaction at a particular temperature is directly proportional to active mass of the reactants. ഇതിനെയാണ് ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറയുന്നത്. എല്ലാവരും പറഞ്ഞിട്ട് എന്താ ലോ ഓഫ് മാസ് ആക്ഷൻ? റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ at a particular temperature is directly proportional to active mass of the reactant. ഈ വാക്കാണ് വളരെ പ്രധാനപ്പെട്ടത്. ആക്റ്റീവ് മാസ് ഓഫ് ദ റിയാക്ടന്റ്. നമ്മൾ സാറേ എന്താണ് ഈ ആക്റ്റീവ് മാസ് എന്ന് വെച്ചാൽ? വാട്ട് ഈസ് ആക്റ്റീവ് മാസ്? ആക്റ്റീവ് മാസ് മീൻസ് മോളാർ കോൺസെൻട്രേഷൻ. ആക്റ്റീവ് മാസ് എന്ന് പറഞ്ഞാൽ എന്താ? മോളാർ കോൺസെൻട്രേഷൻ ആണ് ആക്റ്റീവ് മാസ് എന്ന് പറയാം. അപ്പോൾ ഈ മോളാർ കോൺസെൻട്രേഷൻ നമ്മൾ എങ്ങനെ കാണിക്കുക? മോളാർ കോൺസെൻട്രേഷൻ നമ്മൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇട്ടാണ് കാണിക്കുക എന്നുള്ള. ഇസ് ഇറ്റ് ക്ലിയർ? എങ്ങനെ നമ്മൾ കാണിക്കുക? ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇട്ടാണ് നമ്മൾ കാണിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറഞ്ഞു? ലോ ഓഫ് മാസ് ആക്ഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ആക്റ്റീവ് മാസ് ഓഫ് ദ റിയാക്ടൻ. ആക്റ്റീവ് മാസ് എന്ന് പറഞ്ഞാൽ മോളാർ കോൺസെൻട്രേഷൻ ആണ്. മോളാർ കോൺസെൻട്രേഷൻ എങ്ങനെ കാണിക്കുക? ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് എങ്ങനെ ഇതാ? ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഓഫ് എ എന്നാണ് ഇതാ. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി എങ്ങനെ കാണിക്കുക? ഇങ്ങനെയാണ് കാണിക്കുക. സി എങ്ങനെ കാണിക്കുക? ഇങ്ങനെയാണ് കാണിക്കുക. അപ്പോൾ മോളാർ കോൺസെൻട്രേഷനെയാണ് നമ്മൾ ഇത് കാണിക്കുക, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇട്ട് കാണിക്കുക എന്നുള്ളതാണ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഒരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ റിയാക്ഷനിൽ റിയാക്റ്റൻറ്റുകളുടെ മോളാർ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോസലാണ് എന്ന് പറയുന്ന ലോനെയാണ് ഇത് വിളിക്കുക ലോ ഓഫ് മാസ് ആക്ഷൻ എന്നാണ് പറയുക. എന്താ പറയുക? ലോ ഓഫ് മാസ് ആക്ഷൻ എന്നാണ് പറയുക. അപ്പോൾ ഞാനിത് കുറച്ച് എക്സാമ്പിൾസുകളായിട്ട് ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് കാണിക്കുക. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. എങ്ങനെ നമുക്ക് ലോ ഓഫ് മാസ് ആക്ഷൻ കാണിക്കാം എന്നുള്ളത് നോക്കാം. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിക്കാം. ഉദാഹരണത്തിന് ഞാനൊരു റിയാക്ഷൻ എടുത്തു. എ ഗിവ്സ് ബി. കുഴപ്പമുണ്ടോ? എ ഗിവ്സ് ബി എടുത്ത് ഞാൻ എ ഇവിടെ ആരാ? എ റിയാക്റ്റൻ്റ് ആണ്, ബി ആരാ? പ്രോഡക്റ്റ് ആണ്.
ഇതിൽ നിങ്ങൾ ലോ ഓഫ് മാസ് ആക്ഷൻ ഒന്ന് അപ്ലൈ ചെയ്താട്ടെ. എന്താ ലോ ഓഫ് മാസ് ആക്ഷൻ പറയുന്നത്? ഒരു റിയാക്ഷൻ്റെ റേറ്റ്, അതിന് ഞാൻ 6 എന്ന് കാണിച്ചു. റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആക്റ്റീവ് മാസ് ഓഫ് റിയാക്ടൻ. ആക്റ്റീവ് മാസ് മീൻ മോളാർ കോൺസെൻട്രേഷൻ. അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഓഫ് എ. സിമ്പിൾ. ദിസ് ഈസ് കോൾഡ് ലോ ഓഫ് മാസ് ആക്ഷൻ. അതായത് ഒരു റിയാക്ഷൻ റേറ്റ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതിലെ റിയാക്റ്റൻറ്റുകളുടെ ആക്റ്റീവ് മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ആക്റ്റീവ് മാസ് എന്ന് പറഞ്ഞാൽ മോളാർ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇങ്ങനെ ഇതും R പ്രൊപ്പോർഷണൽ ടു എ, അല്ലെങ്കിൽ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. R = K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ. സിമ്പിൾ. യെസ്. അല്ലെങ്കിൽ ഞാൻ വേറെ എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ C gives D ആണെങ്കിലോ എങ്ങനെ പറയാം? റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആക്റ്റീവ് മാസ് ഓഫ് റിയാക്ഷൻ അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് C. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യാം. K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് C. ഞാൻ നേരിട്ട് പ്രൊപ്പോർഷണാലിറ്റി വരെ ഞാൻ ഇൻറ്റു എ കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്തു കേട്ടോ. കുഴപ്പമില്ലല്ലോ? ഇല്ല. അപ്പോൾ ഇവിടെ ആ ഒരു റിയാക്റ്റൻ്റേ ഉള്ളൂ. ഇനി ഞാനിപ്പോൾ ഒന്നിലധികം റിയാക്റ്റൻ്റ് എടുത്തു. ഉദാഹരണത്തിന് A+B gives C+D ആണ്. ഓക്കെ, A+B gives C+D. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒന്നിലധികം റിയാക്റ്റൻ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ? എല്ലാ റിയാക്റ്റന്റുകളുടെയും മോളാർ കോൺസെൻട്രേഷൻ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആവും. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? R പ്രൊപ്പോർഷണാലിറ്റി വേണ്ടി ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റു കോൺസ്റ്റന്റ് ഇതാണ് K ഇൻറ്റു ആക്റ്റീവ് മാസ് ഓഫ് റിയാക്റ്റൻ. ആക്റ്റീവ് മാസ് ഓഫ് റിയാക്റ്റൻ A അതേപോലെ ഇൻറ്റു ആണ് കേട്ടോ വരിക. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇൻറ്റു B എന്നാണ് വരിക. റെഡി? ദിസ് ഈസ് ലോ ഓഫ് മാസ് ആക്ഷൻ. ഒന്നുകൂടെ കാണിക്കാം. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെയാണ് AA plus BB gives CC plus DD. ക്യാപിറ്റൽ A ക്യാപിറ്റൽ B റിയാക്റ്റൻ്റ് ആണ്. സ്മോൾ a സ്മോൾ b അതിൻ്റെ കോഎഫിഷ്യൻറ്റുകളാണ്. അങ്ങനെയാണ് ഇവിടെ ലോ ഓഫ് മാസ് ആക്ഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാം? R = എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ആക്റ്റീവ് മാസ് ഓഫ് റിയാക്റ്റൻ കോൺസെൻട്രേഷൻ ഓഫ് A. ഈ കോഎഫിഷ്യൻ എന്താക്കിയിട്ട് ഇത് വെച്ചാൽ അതിൻ്റെ പവർ ആക്കിയിട്ടാണ് ഇത് റൈസ് ടു A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റൈസ് ടു B. ഈസ് ഇറ്റ് ക്ലിയർ? ഇതിനെയാണ് എന്ത് വിളിക്കുക? ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറയുക. വാട്ട് ഈസ് ലോ ഓഫ് മാസ് ആക്ഷൻ? റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആക്റ്റീവ് മാസ് ഓഫ് റിയാക്റ്റൻ. ആക്റ്റീവ് മാസ് ഓഫ് റിയാക്റ്റൻ. വേണമെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ, ഇപ്പം ഇത് നമുക്കറിയാം ഏത് റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിലാണ് വരിക അല്ലേ? അപ്പോൾ കോഎഫിഷ്യന്റ് ഉണ്ടെങ്കിൽ പവർ ആക്കിയിട്ട് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ വേണമെങ്കിൽ അത് ജനറൽ ആയിട്ടുള്ള എക്സാമ്പിൾ കാണിക്കാം. 5ാമത്തെ N2 ഗ്യാസ്, 3H2 ഗ്യാസ് gives 2NH3 ഗ്യാസ്. എങ്ങനെ മക്കളെ ലോ ഓഫ് മാസ് ആക്ഷൻ അപ്ലൈ ചെയ്യാം? R = K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 റൈസ് ടു കോഎഫിഷ്യന്റ് എന്താ കിട്ടിയതാണ്? പവർ കിട്ടിയത്. റെഡി? ഒറ്റൊന്നും കൂടി കാണിക്കാം. H2 plus I2 gives 2HI. എങ്ങനെ നമുക്ക് ലോ ഓഫ് മാസ് ആക്ഷൻ ഇതാ? R = K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് I2. ഇതിനെയാണ് എന്ത് വിളിക്കുക? ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറയുക. റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ആക്റ്റീവ് മാസ് ഓഫ് റിയാക്റ്റൻ. ക്ലിയർ അല്ലേ? ഈ ലോ ഓഫ് മാസ് ആക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നിങ്ങൾക്ക് ക്ലിയർ ആവത്തുള്ളൂ. പിടികിട്ടിയിട്ടുണ്ടല്ലോ? ഓക്കെ. അടുത്തായിട്ട് നമ്മൾ 5ാമത്തെ ടോപ്പിക്കിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. എന്താ പേര്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. അവരാരും കട്ടി എഴുതിക്കൊള്ളുക. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ആദ്യം ഞാൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിസ്കസ് ചെയ്യും, പിന്നെ ഞാൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് കിടക്കും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ടാണ് കാണിക്കുക വെച്ചാൽ K എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ കാണിക്കുക. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ കാണിക്കുന്ന ലെറ്റർ ഏതാ? K എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് കാണിക്കുക. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഞാനിവിടെ ആദ്യം കാണിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഞാനൊരു റിയാക്ഷൻ എടുക്കാൻ വേണ്ടി പോവാണ്. കൺസിഡർ റിവേഴ്സിബിൾ റിയാക്ഷൻ. ഞാനൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ എടുത്തു. അതായത് എടുക്കുന്ന റിയാക്ഷൻ എന്താണ്? AA പ്ലസ് BB gives CC പ്ലസ് DD.
ദ റിയാക്ഷൻ എ എ പ്ലസ് ബി ബി ഗിവ് സി സി പ്ലസ് ഡി ഡി എന്ന് പറയുന്ന റിയാക്ഷൻ എടുത്തു. എ എ പ്ലസ് ബി ബി ഗിവ് സി സി പ്ലസ് ഡി ഡി അങ്ങനെയുള്ള റിവേഴ്സിബിൾ റിയാക്ഷൻ എടുത്തു. എന്നിട്ട് ഞാൻ ഈ റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ഫോർവേഡ് റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. ഏത് റിയാക്ഷനെ കൺസിഡർ ചെയ്യുന്നത്? ഫോർവേഡ് റിയാക്ഷനെ കൺസിഡർ ചെയ്തു. ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ളതാണ് ഫോർവേഡ് റിയാക്ഷൻ. അപ്പോൾ ഇത് റിയാക്റ്റൻ്റ് ആണ്, ഇത് പ്രൊഡക്റ്റ് ആണ്. ആണല്ലോ? ആണ്. എന്നിട്ട് ആ ഫോർവേഡ് റിയാക്ഷനിൽ ഞാൻ എന്ത് അപ്ലൈ ചെയ്യാണ്? ലോ ഓഫ് മാസ് ആക്ഷൻ അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ലോ ഓഫ് മാസ് ആക്ഷൻ. അവിടെ എന്ത് അപ്ലൈ ചെയ്തു? ലോ ഓഫ് മാസ് ആക്ഷൻ ഞാൻ അപ്ലൈ ചെയ്തു. ലോ ഓഫ് മാസ് ആക്ഷൻ പറയുന്നത് എന്താ ലോ ഓഫ് മാസ് ആക്ഷൻ പറയുന്നത്? ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതിലെ റിയാക്റ്റൻറ്റുകളുടെ ആക്റ്റീവ് മാസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോസലാണ് എന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എങ്ങനെ എഴുതുക? കോൺസെൻട്രേഷൻ ഓഫ് എ കോഎഫിഷ്യൻറ്റുകൾ എങ്ങനെ ആയിട്ട് എഴുതണം? പവർ ആക്കിയിട്ട് റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി എന്നുള്ളതാണ്. ആർ പ്രൊപ്പോർഷണൽ ടു എ റേസ് ടു എ ഇൻറ്റു ബി റേസ് ടു ബി. നിങ്ങൾക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഞാനൊരു കോൺസ്റ്റൻ്റ് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി എന്നാണ് പറയുക. ഇവിടെ ശ്രദ്ധിക്കും മക്കളെ, ഞാനിവിടെ ഏത് റിയാക്ഷൻ എടുത്തിരിക്കുന്നത്? ഫോർവേഡ് റിയാക്ഷൻ ആയതുകൊണ്ട് ഇത് ഫോർവേഡിൻ്റെ റേറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ റെഫ് ഇട്ടു. അപ്പോൾ അത് ആർ എഫ്. ഇനി ഇത് ഫോർവേഡിൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു എഫ് ഇട്ടു. അപ്പോൾ ആർ എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എ റേസ് ടു എ ഇൻറ്റു ബി റേസ് ടു ബി എന്നാണ് വരിക. ഈസ് ഇറ്റ് ക്ലിയർ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? അതായത് ഞാനൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ കൺസിഡർ ചെയ്തു. ആ റിവേഴ്സിബിൾ റിയാക്ഷനിൽ ഞാൻ ഫോർവേഡ് റിയാക്ഷനിൽ എന്ത് അപ്ലൈ ചെയ്തു? ലോ ഓഫ് മാസ് ആക്ഷൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി അടുത്ത് ഞാൻ ഇതേ റിയാക്ഷൻ്റെ തന്നെ ബാക്ക്വേർഡ് റിയാക്ഷൻ കൺസിഡർ ചെയ്യാൻ വേണ്ടി പോവാണ്. ബാക്ക്വേർഡ് റിയാക്ഷൻ നിങ്ങൾക്കറിയാം, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണ് ബാക്ക്വേർഡ്. അപ്പോൾ ഇവർ റിയാക്റ്റൻ്റ് ആവും, ഇവർ പ്രൊഡക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഞാൻ ബാക്ക്വേർഡ് റിയാക്ഷനിൽ എന്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്? ഇനി ലോ ഓഫ് മാസ് ആക്ഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്ലൈ ലോ ഓഫ് മാസ് ആക്ഷൻ. ഞാൻ ഇവിടെയും ലോ ഓഫ് മാസ് ആക്ഷൻ അപ്ലൈ ചെയ്തു. ലോ ഓഫ് മാസ് ആക്ഷൻ അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും മക്കളെ? ലോ ഓഫ് മാസ് ആക്ഷൻ അപ്ലൈ ചെയ്താൽ ഇവർ റിയാക്റ്റൻ്റ് ആയി, ഇവർ പ്രൊഡക്റ്റായി. ദാറ്റ് ഈസ് ആർ പ്രൊപ്പോർഷണൽ ടു ആക്റ്റീവ് മാസ് ഓഫ് റിയാക്റ്റൻ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു സി റേസ് ടു സി ഇൻറ്റു ഡി റേസ് ടു ഡി. Is it clear? R proportional to C raised to C into D raised to D. നിങ്ങൾക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഞാനൊരു കോൺസ്റ്റൻ്റ് മൾട്ടിപ്ലൈ ചെയ്തു. R is equal to K into concentration of C raised to C into concentration of D raised to D. ആണല്ലോ? നിങ്ങൾക്കറിയാം, ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന റിയാക്ഷൻ ബാക്ക്വേർഡ് ആയതുകൊണ്ട് ബാക്ക്വേർഡിൻ്റെ റേറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബി ഇട്ടു. അപ്പോൾ ആർ ബി ഇസ് ഈക്വൽ ടു ഇത് ബാക്ക്വേർഡിൻ്റെ കോൺസ്റ്റൻ്റ് ആണെന്ന് കാണിക്കുക, ഇവിടെ ഒരു ബി ഇട്ടു. അപ്പോൾ ആർ ബി ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി. ഇത്രയും മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ മക്കളെ? ആദ്യം ഞാൻ റിവേഴ്സിബിൾ റിയാക്ഷൻ എടുത്തു, അതിൻ്റെ ഫോർവേഡ് റിയാക്ഷൻ കൺസിഡർ ചെയ്തു, അവിടെ ഞാൻ ലോ ഓഫ് മാസ് ആക്ഷൻ അപ്ലൈ ചെയ്തു. അടുത്ത ബാക്ക്വേർഡ് റിയാക്ഷൻ എടുത്തു, അവിടെയും ലോ ഓഫ് മാസ് ആക്ഷൻ അപ്ലൈ ചെയ്തു. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. അപ്പോൾ നിങ്ങൾക്കറിയാം ആർ എഫ് ഇസിക്കൽ ടു കെ എഫ് ഇൻറ്റു എ റേസ് ടു എ ഇൻറ്റു ബി റേസ് ടു ബി. ആർ ബി ഇസിക്കൽ ടു കെ ബി ഇൻറ്റു സി റേസ് ടു സി ഇൻറ്റു ഡി റേസ് ടു ഡി. മക്കളെ, എപ്പോഴാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സ്റ്റേജ് സംഭവിക്കുന്നത്? ഒരു റിയാക്ഷൻ്റെ ഫോർവേഡിൻ്റെ റേറ്റ് ബാക്ക്വേർഡിൻ്റെ റേറ്റിന് ഈക്വൽ ആകുമ്പോഴാണ്. നമ്മൾ ലോ ഓഫ് എന്താ പറയുക, നമ്മൾ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിനകത്ത് നമ്മൾ സംസാരിച്ചാണ്. അപ്പോൾ എനിക്കിങ്ങനെ പറയാൻ പറ്റും, അറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സ്റ്റേജിൽ എന്തിന് ഈക്വൽ ആവും? ആർ എഫ് എന്തിന് ഈക്വൽ ആയിട്ട് മാറും? ആർ ബിക്ക് ഈക്വൽ ആകുമെന്നല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞേ. അപ്പോൾ ഇതല്ലേ ആർ എഫ് എന്ന് പറയുന്നത്, ഇതല്ലേ ആർ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? ആർ എഫ് എന്താ? കെ എഫ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി. ആർ ബി എന്താ? കെ ബി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി. ഈസ് ഇറ്റ് ക്ലിയർ? ഈസ് ഇറ്റ് ക്ലിയർ? കെ എഫ് ഇൻറ്റു എ റേസ് ടു എ ഇൻറ്റു ബി റേസ് ടു ബി ഈസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു സി റേസ് ടു സി ഇൻറ്റു ഡി റേസ് ടു ഡി. ഇവിടെ കെ എഫ് ഉണ്ട്, ഇവിടെ കെ ബി ഉണ്ട്. ഞാൻ ഈ കെ എഫിൻ്റെ അടിയിലേക്ക് കെ ബിനെ കൊണ്ടുവരാണ്. അപ്പോൾ ഇവിടെ കെ എഫ് അടിയിലോട്ട് ആര് വന്നു? കെ ബി വന്നു. ഇനി ഇവിടെ സി റേസ് ടു സിയും ഡി റേസ് ടു ഡി ഉണ്ട്. ഈ രണ്ടാൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി. ശരിയല്ലോ മക്കളെ? ആണ്. കെ എഫ് എന്ന് പറഞ്ഞാൽ ഫോർവേഡിൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. കെ ബി എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡിൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഫോർവേഡിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിനെ ബാക്ക്വേർഡിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റ് കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ എന്നാണ് വിളിക്കുക. ഇസ് ഇറ്റ് ക്ലിയർ? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ എന്നാണ് വിളിക്കുക.
എന്ന് പറഞ്ഞാൽ കെ ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി റൈസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റൈസ് ടു ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു ബി. ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ എല്ലാം പറയുന്നത് എങ്ങനെയാണ്? കെ ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി റൈസ് ടു സി, കോൺസെൻട്രേഷൻ ഓഫ് ഡി റൈസ് ടു ഡി, കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എ, കോൺസെൻട്രേഷൻ ഓഫ് എന്തിൻ്റെ ടേമിലാണ് നമ്മളിവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? കോൺസെൻട്രേഷൻ്റെ ടേമിലാണ്. അപ്പോൾ അത് കോൺസെൻട്രേഷൻ്റെ ടേമിലാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു സബ്സ്ക്രിപ്റ്റ് ആയിട്ടൊരു സി കാണിച്ചു. അപ്പോൾ കെ സി ഇസ് ഈക്വൽ ടു സി റൈസ് ടു സി ഇൻറ്റു ഡി റൈസ് ടു ഡി ഡിവൈഡഡ് ബൈ എ റൈസ് ടു എ ഇൻറ്റു ബി റൈസ് ടു ബി. കെ സി ഇസ് ഈക്വൽ ടു സി റൈസ് ടു സി ഇൻറ്റു ഡി റൈസ് ടു ഡി ഡിവൈഡഡ് ബൈ എ റൈസ് ടു എ ഇൻറ്റു ബി റൈസ് ടു ബി. ഇനി ഞാൻ എൻ്റെ മെയിൻ റിയാക്ഷനിലേക്ക് വന്ന എ പ്ലസ് ബി ബി സി സി പ്ലസ് ഡി ഡി എടുത്തു കഴിഞ്ഞാൽ സിയും ഡിയും എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് അല്ലേ, എയും ബിയും എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻ്റ് അല്ലേ. അപ്പോൾ ഒരു റിയാക്ഷൻ തന്ന ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പറയണമെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനെ കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്കൊരു റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കിട്ടും എന്നുള്ളതാണ്. ഇസ് ഇറ്റ് ക്ലിയർ? എല്ലാവരും നോക്കിയാട്ടതിൽ ഏതെങ്കിലും സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടോ? ആദ്യം നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എടുത്തു, ഫോർവേഡ് റിയാക്ഷൻ എടുത്തു, ലോ ഓഫ് മാസ് ആക്ഷൻ അപ്ലൈ ചെയ്തു, ഫോർവേഡിൻ്റെ റേറ്റ് കണ്ടുപിടിച്ചു. ബാക്ക്വേർഡ് റിയാക്ഷൻ എടുത്തു, ലോ ഓഫ് മാസ് ആക്ഷൻ അപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് ബാക്ക്വേർഡിൻ്റെ റേറ്റ് കിട്ടി. ഇക്വിലിബ്രിയത്തിൽ ആർ എഫ് ആർ പിക്ക് ഇക്വലാന്ന് നമ്മൾ പഠിച്ചു, രണ്ടും ഇക്വേറ്റ് ചെയ്തു. കെ എഫ് ബൈ കെ ബി ആണ് കെ സി എന്ന് പറഞ്ഞു. കെ സി സിക്കൽ കോൺസെൻട്രേഷൻ ഓഫ് സി റൈസ് ടു സി ഇൻറ്റു ഡി റൈസ് ടു ഡി ഡിവൈഡ് ബൈ എ റൈസ് ടു എ ഇൻറ്റു ബി റൈസ് ടു ബി. അപ്പോൾ ഞാൻ പറഞ്ഞു സിയും ഡിയും പ്രൊഡക്റ്റാണ്, എയും ബിയും റിയാക്റ്റൻ്റ് ആണ്. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണമെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനെ റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷനോട് ഡിവൈഡ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ 1-2 എക്സാമ്പിൾസ് കാണിക്കാം. റെഡിയല്ലേ? ഓക്കെ. എൻ്റെ ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് ഗിവ്സ് 2NH3 ഗ്യാസ് ആണ്, ആണല്ലോ. അങ്ങനെയാണ് ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ കേസ് ഇങ്ങനെ ഇതാ പറ, പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ ബൈ റിയാക്ഷൻ്റെ കോൺസെൻട്രേഷൻ. എങ്ങനെ ഉണ്ടാകും? കോൺസെൻട്രേഷൻ ഓഫ് NH3 സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 റേസ് ടു 3. അതായത് പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കേസ് എന്നാണ് പറയുക. നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. H2 plus I2 gives 2HI. അങ്ങനെ നമുക്ക് ഇതിൻ്റെ കേസ് ഇങ്ങനെ ഇതാ പ്രൊഡക്റ്റ് ബൈ റിയാക്റ്റൻ്റ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് HI സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് I2. അടുത്ത് നോക്കണം. PCl5 gives PCl3 plus Cl2. കേസ് എങ്ങനെ ഇതാ കേസ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് PCl3 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് PCl5. ഈസ് ഇറ്റ് ക്ലിയർ? ഇതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പറയുന്നത്. അതായത് പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ മകളിപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് അല്ലേ. നമുക്കറിയാം ഒരു റിയാക്ഷൻ ഞാൻ എടുത്തു, AA പ്ലസ് BB gives CC പ്ലസ് DD എന്ന് പറയുന്ന റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ആണെങ്കിൽ കേസ് ഇങ്ങനെ ഇതാ കോൺസെൻട്രേഷൻ ഓഫ് C റൈസ് ടു C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D റൈസ് ടു D ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A റൈസ് ടു A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റൈസ് ടു B. ശരിയല്ലേ? അപ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ്റെ ടേമിലാണ് നമ്മൾ എഴുതി. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഞാനിപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ്റെ ടേമിലാണ്. ഇനി ഞാൻ അടുത്ത പ്രഷറിൻ്റെ ടേമിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പറയാൻ വേണ്ടി പോകണം. അപ്പോൾ അടുത്ത ഹെഡിങ് ഇതിക്കുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ KC ആണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പ്രഷറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് KP എന്നാണ് ഡിനോട്ട് ചെയ്യുക. എന്താ ഡിനോട്ട് ചെയ്യുക? KP എന്നാണ് പറയുക. അപ്പോൾ KC ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് C റൈസ് ടു C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D റൈസ് ടു D ബൈ കോൺസെൻട്രേഷൻ of A റൈസ് ടു A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റൈസ് ടു B അല്ലേ.
അപ്പോൾ ഇൻ ടേംസ് ഓഫ് പ്രഷർ ആകുമ്പോൾ കോൺസെൻട്രേഷൻ മകൽ എന്തായി മാറും? പ്രഷറായി മാറും. അത്ര വ്യത്യാസമുള്ളൂ. എ പ്ലസ് ബി ബി സി സി പ്ലസ് ഡി ഡി ആണെങ്കിൽ പ്രഷറിൽ പറയുകയാണെങ്കിൽ ഉള്ളൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ റിയാക്ടൻ ആൻഡ് പ്രൊഡക്ട്സ് ആ ഗ്യാസസ് ആയിരിക്കണം. ഓൾ റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ആർ ഗ്യാസസ് ആണെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാ റിയാക്ടൻ പ്രൊഡക്റ്റ് എന്താവണം? ഗ്യാസ് ആവണം. അങ്ങനെയാണെങ്കിൽ കെ പി ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സിക്ക് വരും പ്രഷർ ഓഫ് സി, അതാണ് പാർഷ്യൽ പ്രഷർ ഓഫ് സി റേസ് ടു സി ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് എ റേസ് ടു എ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ബി റേസ് ടു ബി. പാർഷ്യൽ പ്രഷർ എന്താണെന്നൊക്കെ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കെ പി സിക്കൽ പി സി റേസ് ടു സി ഇൻറ്റു പി ഡി റേസ് ടു ഡി ബൈ പി എ റേസ് ടു എ ഇൻറ്റു പി ബി റേസ് ടു ബി എന്ന് പറഞ്ഞാൽ പി സി എന്ന് എഴുതിയാൽ പാർഷ്യൽ പ്രഷർ ഓഫ് സി റേസ് ടു സി ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ഡി റേസ് ടു ഡി ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് എ റേസ് ടു എ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ബി റേസ് ടു ബി. ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ. അപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ കെ സി പറഞ്ഞു, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ കെ പി പറഞ്ഞു. പിടി കിട്ടിയിട്ടുണ്ടോ? കെ പിയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു, കെ സിയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം എന്ന് പഠിച്ചു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഇപ്പം നിങ്ങൾ കെ പി പഠിച്ചു കഴിഞ്ഞു, കെ സി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഈ കെ പിയും കെ സിയും തമ്മിലുള്ള ഒരു റിലേഷനെ കുറിച്ചിട്ടാണ് അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും അടുത്ത ഹെഡിങ് എഴുതിക്കൊള്ളുക, റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി. റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി. കെ പിയും കെ സിയും തമ്മിലുള്ള ഒരു റിലേഷനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻ അല്ലേ. അപ്പോൾ ഞാൻ എല്ലാ ആൾക്കാരും ഗ്യാസ് ആണെന്ന് വിചാരിച്ചോളാം. ഞാൻ നേരത്തെ സെയിം റിയാക്ഷൻ എടുത്തു. എ പ്ലസ് ബി ബി ഗിവ് സി സി പ്ലസ് ഡി ഡി. ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? നേരത്തെ അതേ റിയാക്ഷൻ എടുത്തു. എ പ്ലസ് ബി ബി ഗിവ് സി സി പ്ലസ് ഡി ഡി. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് കെ പിയുടെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. എന്താ കെ പിയുടെ ഇക്വേഷൻ? ഇതിൻ്റെ കെ പി എന്ന് പറഞ്ഞിട്ട് പി സി റേസ് ടു സി ഇൻറ്റു പി ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ പി എ റേസ് ടു എ ഇൻറ്റു പി ബി റേസ് ടു ബി. പി സി റേസ് ടു സി ഇൻറ്റു പി ഡി റേസ് ടു ഡി ബൈ പി എ റേസ് ടു എ ഇൻറ്റു പി ബി റേസ് ടു ബി. ഓക്കെ, ദിസ് ഈസ് കെ പിസ് ഇക്വേഷൻ ആണല്ലോ. ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ മക്കളെ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനകത്ത് പഠിച്ചു. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി എ ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. പി എന്ന് പറഞ്ഞാൽ പ്രഷർ, വി വോളിയം, എൻ നമ്പർ ഓഫ് മോൾസ്, ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി ടെമ്പറേച്ചർ. പി വി സിക്കൽ എൻ ആർ ടി ആണ്. എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? പി എന്ന് പറഞ്ഞാൽ എൻ ബൈ വി ഇൻറ്റു ആർ ടി ആണെന്ന് പറഞ്ഞൂടെ? ആ വിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി, അത്രേ ഉള്ളൂ. പി സിക്കൽ ടു എൻ ആർ, പി വി സിക്കൽ എൻ ആർ ടി ആണ്. പി എന്ന് പറഞ്ഞാൽ എൻ ബൈ വി ഇൻറ്റു ആർ ടി ആണ്. നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് മോൾസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ എനിക്കിങ്ങനെ പറയാം, പി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഇൻറ്റു ആർ ടി ആണെന്ന് പറഞ്ഞാൽ മോളാർ കോൺസെൻട്രേഷൻ ഇൻറ്റു ആർ ടി. ശരിയല്ലേ? പി എന്ന് പറഞ്ഞാൽ മോളാർ കോൺസെൻട്രേഷൻ ഇൻറ്റു ആർ ടി ആണ്. മക്കളെ, മോളാർ കോൺസെൻട്രേഷൻ എങ്ങനെ കാണിക്കുക? ക്ലോസ്ഡ് ബ്രാക്കറ്റ് കാണിക്കുക. അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ എങ്ങനെ കാണിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ക്ലോസ്ഡ് ബ്രാക്കറ്റ് എ കാണിക്കും. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി ആണെങ്കിലോ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ബി കാണിക്കും. അങ്ങനെ കാണിച്ചു പോവുക ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ കെ പിയുടെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ പി സി ഉണ്ട്, പി ഡി ഉണ്ട്, പി എ ഉണ്ട്, പി ബി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? പി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു ആർ ടി എന്നല്ലേ. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എനെ എങ്ങനെ കാണിക്കുക? ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഓഫ് എ ഇൻറ്റു ആർ ടി എന്ന് പറയും. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ബി എങ്ങനെ എഴുതും? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി ഇൻറ്റു ആർ ടി. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി എങ്ങനെ കാണിക്കുക? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി ഇൻറ്റു ആർ ടി. ഇനി അടുത്ത പി സി ആണെങ്കിൽ എഴുതും. പി സി ആണെങ്കിൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു ആർ ടി. അടുത്ത പി ഡി ആണെങ്കിലോ? പി ഡി ആണെങ്കിൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഡി ഇൻറ്റു ആർ ടി. ഇത്രയും മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? പി എ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു ആർ ടി, പി ബി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ബി ഇൻറ്റു ആർ ടി, പി സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു ആർ ടി, പി ഡി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ഡി ഇൻറ്റു ആർ ടി. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്.
ഇനി ഇപ്പോൾ നമുക്ക് പി എ പി ബി പി സി പി ഡി കിട്ടി. ഞാനത് കെ പിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. കെ പി ഇസ് ഈക്വൽ ടു കെ പി എന്ന് പറഞ്ഞാൽ പി സി റൈസ് ടു സി. പി സി ഇതവിടെ കിട്ടിയില്ലേ, പി സി റൈസ് ടു സി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പവർ സി വരും. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു ആർ ടി ആണ്. അപ്പോൾ പി സി റൈസ് ടു സി ആകുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് സി റൈസ് ടു സി ഇൻറ്റു ആർ ടി റൈസ് ടു സി എന്ന് വരും. അപ്പോൾ അങ്ങനെ ഉണ്ടാവും കോൺസെൻട്രേഷൻ ഓഫ് സി റൈസ് ടു സി ഇൻറ്റു ആർ ടി റൈസ് ടു സി. അടുത്ത് പി ഡി റൈസ് ടു ഡി. പി ഡി എന്ന് പറഞ്ഞാൽ എന്താ, കോൺസെൻട്രേഷൻ ഓഫ് ഡി ഇൻറ്റു ആർ ടി ആണ്. പി ഡി റൈസ് ടു ഡി ആകുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഡി റൈസ് ടു ഡി ഇൻറ്റു ആർ ടി റൈസ് ടു ഡി ബൈ പി എ റൈസ് ടു എ. പി എ എന്ന് പറഞ്ഞാൽ ഇതാണ്. പി എ റൈസ് ടു എ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എ ഇൻറ്റു ആർ ടി റൈസ് ടു എ. അടുത്ത് പി ബി റൈസ് ടു ബി പറയുമ്പോൾ പി ബി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ബി ഇൻറ്റു ആർ ടി ആണ്. കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു ബി ഇൻറ്റു ആർ ടി റൈസ് ടു ബി. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? റെഡി അല്ലേ? അപ്പോൾ കെ പി സികൾ കോൺസെൻട്രേഷൻ ഓഫ് സി റൈസ് ടു സി ഇൻറ്റു ആർ ടി റൈസ് ടു സി ഇൻറ്റു ഡി റൈസ് ടു ഡി ഇൻറ്റു ആർ ടി റൈസ് ടു ഡി, എ റൈസ് ടു ഇൻറ്റു ആർ ടി റൈസ് ടു എ, ബി റൈസ് ടു ബി ഇൻറ്റു ആർ ടി റൈസ് ടു ബി. അതിൽ സി റൈസ് ടു സി ഇല്ല ഇവിടെ. അപ്പോൾ ഞാൻ കെ പി ഞാൻ ഇന്ന് ശ്രദ്ധിക്കണേ. കെ പി സികൾ കോൺസെൻട്രേഷൻ ഓഫ് സി റൈസ് ടു സി അതോടെ എഴുതി. പിന്നെ ഇവിടെ ഒരു ഡി റൈസ് ടു ഡി ഉണ്ട്, അത് എഴുതി. കോൺസെൻട്രേഷൻ ഓഫ് ഡി റൈസ് ടു ഡി അതും എഴുതി. ബൈ ഇവിടെ ഒരു എ റൈസ് ടു എ ഉണ്ട്, അത് എഴുതി. എ റൈസ് ടു എ. ഇവിടെ ഒരു ബി റൈസ് ടു ബി ഉണ്ട്, അതും അങ്ങ് എഴുതി. ശരിയല്ലേ? സി റൈസ് ടു സി ഇൻറ്റു ഡി റൈസ് ടു ഡി ബൈ എ റൈസ് ടു എ ഇൻറ്റു ബി റൈസ് ടു ബി. ഇവിടെ നോക്കാം, മുകളിൽ ഒരു ആർ ടി റൈസ് ടു സി ഉണ്ട്, ഒരു ആർ ടി റൈസ് ടു ഡി. നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടാവും. എ റൈസ് ടു എക്സ് ഇൻറ്റു എ റൈസ് ടു വൈ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എക്സ് പ്ലസ് വൈ ആണ്. പഠിക്കാത്ത ആൾക്കാർ പഠിച്ചു വെച്ചോളാം. എ റൈസ് ടു എക്സ് ഇൻറ്റു എ റൈസ് ടു വൈ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എക്സ് പ്ലസ് വൈ ആണ്. എ റൈസ് ടു എക്സ് ബൈ എ റൈസ് ടു വൈ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എക്സ് മൈനസ് വൈ ആണ്. മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. എ റൈസ് ടു എക്സ് ഇൻറ്റു എ റൈസ് ടു വൈ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എക്സ് പ്ലസ് വൈ, എ റൈസ് ടു എക്സ് ബൈ എ റൈസ് ടു വൈ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എക്സ് മൈനസ് വൈ. അപ്പോൾ അത് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. എവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നു? ഇവിടെ ആർ ടി റൈസ് ടു സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡി എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എക്സ് ഇൻറ്റു എ റൈസ് ടു വൈ പോലെയാണ്. അപ്പോൾ ആർ ടി റൈസ് ടു സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡി എന്ന് പറഞ്ഞാൽ ആർ ടി റൈസ് ടു സി പ്ലസ് ഡി എന്നാണ് അല്ലേ? ആർ ടി റൈസ് ടു സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡി എന്ന് പറഞ്ഞാൽ ആർ ടി റൈസ് ടു സി പ്ലസ് ഡി. അടിയിലും അതേപോലെ ആർ ടി റൈസ് ടു ഇൻറ്റു ആർ ടി റൈസ് ടു ബി എന്ന് പറയുമ്പോൾ ആർ ടി റൈസ് ടു എ പ്ലസ് ബി ആണ്. എ പ്ലസ് ബി, എ പ്ലസ് ബി. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. ഇപ്പോൾ ഇത് എ റൈസ് ടു എക്സ് ബൈ എ റൈസ് ടു വൈ ഫോർമാറ്റ് അല്ലേ? അങ്ങനെയാണ് എ റൈസ് ടു എക്സ് ബൈ എ റൈസ് ടു എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എക്സ് മൈനസ് വൈ അല്ലേ? അപ്പോൾ എനിക്കിതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ? ആർ ടി റൈസ് ടു സി പ്ലസ് ഡി, ആർ ടി റൈസ് ടു എ പ്ലസ് ബി ആകുമ്പോൾ ആർ ടി റൈസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്ന് പറയാം. പറ്റുമോ ഇല്ലേ? പറ്റും. ഇനി മക്കളെ കോൺസെൻട്രേഷൻ ഓഫ് സി റൈസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റൈസ് ടു ഡി ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു ബി. ഈ സാധനം എന്താ? ഇതല്ലേ കെ സി. അപ്പം കെ സി ദാറ്റ് ഈസ് ഈക്വൽ ടു കെ പി. അപ്പോൾ കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി. വാട്ട് ഈസ് സി പ്ലസ് ഡി? സ്മോൾ സി പ്ലസ് സ്മോൾ സി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സി, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഡി, നമ്പർ ഓഫ് മോൾസ് ഓഫ് എ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. ഞാൻ നേരത്തെ പറഞ്ഞു കെ പി പറയണമെങ്കിൽ എല്ലാ ആൾക്കാരും എന്തിലാവണം? ഗ്യാസ് ആകണം. അപ്പോൾ സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗാഷ്യസ് പ്രോഡക്റ്റ് അല്ലേ? എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗാഷ്യസ് റിയാക്ടൻ്റ് അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗാഷ്യസ് പ്രോഡക്റ്റിൽ നിന്ന് ഗാഷ്യസ് റിയാക്ടൻ്റ് മൈനസ് ചെയ്താൽ കിട്ടുന്നത് ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് അല്ലേ? അപ്പോൾ എനിക്കിതിനെ വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞൂടെ? ഡെൽറ്റ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി ആണെന്ന് പറഞ്ഞൂടെ? പറ്റും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ. കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ. കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ. കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ അത് ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗാഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് ഗാഷ്യസ് റിയാക്ടൻ്റ്. ഗ്യാസുകൾ മാത്രമേ ഡെൽറ്റ എൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? കൺസിഡർ ചെയ്യുള്ളൂ എന്നാണ്. അപ്പോൾ റിയാക്ഷനിൽ ഈ ഡെറിവേഷനിൽ ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാകാത്തവരുണ്ടോ? ഞാൻ ഒന്നും കൂടി പറയാം. എ പ്ലസ് ബി ബി സി സി പ്ലസ് ഡി ഡി എടുത്തു കഴിഞ്ഞാൽ കെ പി ചെയ്ത പി സി റൈസ് ടു സി ഇൻറ്റു പി ഡി റൈസ് ടു ഡി ബൈ പി എ റൈസ് ടു എ ഇൻറ്റു പി ബി റൈസ് ടു ബി ആണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി സികൾ എൻ ആർ ടി ആണ്. പി എന്ന് പറഞ്ഞാൽ എൻ ബൈ വി ഇൻറ്റു ആർ ടി ആണ്. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ മോളാർ കോൺസെൻട്രേഷൻ ഇൻറ്റു ആർ ടി ആണ്. പി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു ആർ ടി, പി ബി എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു ആർ ടി, പി സി സി ഇൻറ്റു ആർ ടി, പി ഡി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ഡി ഇൻറ്റു ആർ ടി.
നേരെ അതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇങ്ങനെ വരുന്നു. സി ഡി എ ബി എന്ന് പറഞ്ഞ ടേമുകൾ ആദ്യം എഴുതി. ആർ ടി റൈസ് ടു സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡി എന്നാണ് ആർ ടി റൈസ് ടു സി പ്ലസ് ഡി. ആർ ടി റൈസ് ടു എ ഇൻറ്റു ആർ ടി റൈസ് ടു ബി എന്നാണ് ആർ ടി റൈസ് ടു എ പ്ലസ് ബി. എ റൈസ് ടു എക്സ് ബൈ എ റൈസ് ടു വൈ എന്നാണ് എ റൈസ് ടു എക്സ് മൈനസ് വൈ അപ്ലൈ ചെയ്തു. അപ്പോൾ ആർ ടി റൈസ് സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി. നിങ്ങൾക്കറിയാം സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗാഷ്യസ് പ്രൊഡക്റ്റ്, എ പ്ലസ് ബി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗാഷ്യസ് റിയാക്ടൻ. അത് ചേഞ്ച് നമ്പർ ഓഫ് മോൾസ്, അതിനെ ഞാൻ ഡെൽറ്റ എന്ന് കൊടുത്തു. അപ്പോൾ കെ പി സികളുടെ കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ. ഈസ് ഇറ്റ് ക്ലിയർ? ഇനി ഇതിനകത്ത് ഞാൻ ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയുകയാണ്. അതെന്താണ് ആ ഡെൽറ്റ എൻ എന്നുള്ളത് മാത്രം നമുക്ക് ഒന്നും കൂടി എഴുതി വെക്കാം. വേറെ ഡെൽറ്റ എൻ ഈസ് ദ, ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഗ്യാസ് ആണ് എന്നുള്ളത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. അതായത് ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗാഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗാഷ്യസ് റിയാക്ടൻ. അതാണ് മെയിൻ പോയിന്റ്. ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ where delta n is the number of moles of gaseous product, number of moles of gaseous product minus number of moles of gaseous റിയാക്ടൻ്റ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗാഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗാഷ്യസ് റിയാക്ടൻ്റ് ആണ്. ക്ലിയർ ആയിട്ടുണ്ടോ? ഉണ്ട്. വേണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എല്ലാവരോടും ശ്രദ്ധിക്കാം. അടുത്തായിട്ട് പറയാമെങ്കിൽ ഞാനൊരു എക്സാമ്പിളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഈ കെ പി സികൾ കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ എങ്ങനെ എക്സാമ്പിളായിട്ട് കാണിക്കാമെന്ന് നോക്കാം. N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് gives 2NH3 ഗ്യാസ്. N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് gives 2NH3 ഗ്യാസ്. നമുക്ക് അതിനെ ഡെൽറ്റ എൻ എന്ന് പറയാൻ പറ്റുമോ? വാട്ട് ഈസ് എ ഡെൽറ്റ എൻ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗാഷ്യസ് പ്രൊഡക്റ്റ് 2 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗാഷ്യസ് റിയാക്ടൻ 1 3 1 plus 3 that is 4 2 minus 4 minus 2 Kp is equal to Kc into RT raised to delta n is minus 2. സിമ്പിൾ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് തരുന്നെങ്കിൽ അതിൽ നിങ്ങൾക്ക് കെ സിയുടെ വാല്യൂ ആറിൻ്റെ വാല്യൂ ടിയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കെ പിയുടെ വാല്യൂ കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റെഡിയല്ലേ? ആണ്. അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലങ്ങൾ ഉണ്ടാവുക. അതായത് N2 plus 3H2 gives 2NH3 ആണെങ്കിൽ ഡെൽറ്റാൻ്റെ വാല്യൂ കിട്ടിയാൽ നേരെ ഇതിനകത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നൊരു കണ്ടീഷൻ നോക്കുക. അതായത് ഒരു നോട്ട് കൊടുക്കുക. നോട്ട് അതായത് തന്നെ നിങ്ങൾക്കറിയാം ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കെ പി സിക്കൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ ആണ്. ഞാൻ 3 കേസുകൾ പറയാൻ വേണ്ടി പോവാണ്. ഒന്നാമത്തെ കേസ്, ഉദാഹരണത്തിന് ഡെൽറ്റാൻ്റെ വാല്യൂ 0 ആണെന്ന് നോക്കണം. H2 plus I2 gives 2HI ആണെങ്കിൽ 2 minus 2 0 ആണ്. ഡെൽറ്റാൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ആർ ടി റേസ് ടു 0 വരും, അത് 1 ആവും. അപ്പോൾ കെ പി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? കെ സിക്ക് ഈക്വൽ ആയിരിക്കും. കെ പി കെ സിക്ക് ഈക്വൽ ആവുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റാൻ്റെ വാല്യൂ 0 ആകുമ്പോഴാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വെൻ ഡെൽറ്റ എൻ ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇത് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പവർ വരുമ്പോൾ ഇതൊരു വലിയ വാല്യൂ. അപ്പോൾ ഇത് നന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ വാല്യൂ. അപ്പോൾ കെ പി എന്ന് പറയുന്നത് കെ പി ഈസ് ഗ്രേറ്റർ ദാൻ കെ സി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ നേരെ തിരിച്ച് പറയാം. ഡെൽറ്റ എൻ ലെസ് ദാൻ 0, നമ്മൾ നേരത്തെ -2 പറഞ്ഞില്ലേ, അങ്ങനെയാണെങ്കിൽ കെ പി ലെസ് ദാൻ കെ സി ആയിരിക്കും. ഈസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ശരിയല്ലേ? ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ പഠിച്ച റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി.